ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ IPCയിലെ രണ്ട് കൺഫ്യൂഷൻ വരുന്ന രണ്ട് സെക്ഷനുകളാണ് നോക്കുന്നത്. ഒന്ന് സെക്ഷൻ 299 പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ്, സെക്ഷൻ 300 പറയുന്ന മർഡർ. ഈ രണ്ട് സെക്ഷനുകളും കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും, എന്നാൽ ഇത് തമ്മിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ലീഗൽ സെനാരിയോയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: all murders are culpable homicide but all culpable homicide are not murder. അതായത് എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, പക്ഷെ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ അല്ല. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മൈൻഡിൽ വെച്ചോ. നമുക്ക് ഇനി കൾപ്പബിൾ ഹോമിസൈഡും മർഡറും എന്താണെന്ന് നോക്കാം. എന്നിട്ട് ഞാനത് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. കൾപ്പബിൾ ഹോമിസൈഡ് സെക്ഷൻ 299 കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റി പറയുന്നത്. കൾപ്പബിൾ ഹോമിസൈഡ് രണ്ട് തരമുണ്ട്. ഓക്കെ, കൾപ്പബിൾ ഹോമിസൈഡ് രണ്ട് തരമുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതുപോലെ തന്നെ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ. ഇനിയും കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല ചെയ്യുക. ഓക്കെ, കില്ലിംഗ് ഓഫ് അനദർ ഹ്യൂമൻ ബീങ് ബൈ എ ഹ്യൂമൻ ബീങ്, അതാണ് എന്ത് പറയുന്നത്? ഹോമിസൈഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനാൽ കൊല ചെയ്യപ്പെടുക. ഇനി കൾപ്പബിൾ ഹോമിസൈഡിന്റെ എസെൻഷ്യൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എസെൻഷ്യൽ, കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഓക്കെ, കോസിംഗ്, അതായത് കൾപ്പബിൾ ഹോമിസൈഡിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കയ്യാൽ മരണപ്പെടുന്നുണ്ട്. ഓക്കെ, കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ. രണ്ടാമത്തെ എസെൻഷ്യൽ എന്താ? രണ്ടാമത്തെ എസെൻഷ്യൽ, സച്ച് ഡെത്ത് ഈസ് കോസ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരു മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കണം മരണം സംഭവിച്ചത്. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ നമുക്ക് നോക്കാം. നമുക്ക് that act is done with an intention. Okay, that act is done with an intention to cause death. രണ്ടാമത് ടു കോസ് ബോഡിലി ഇഞ്ചുറി വിച്ച് ലൈക്ലി ടു കോസ് ഡെത്ത്. അതായത് ആക്ട് എന്ത് ഇന്റൻഷനാണ്? ഒരു ഇഞ്ചുറി വരുത്തുക. ആ ഇഞ്ചുറി വരുത്തുമ്പോൾ അയാൾക്ക് അറിയാം ആ ഇഞ്ചുറി കൊണ്ട് അയാൾ മരണപ്പെടും. അതാണ് ആക്ട് വിത്ത് ആൻ ഇന്റൻഷൻ ടു കോസ് ബോഡിലി ഇഞ്ചുറി വിച്ച് ലൈക്ലി ടു കോസ് ഡെത്ത്. ഇനി മൂന്നാമത്തെ എന്താണ്? ആ ആക്ട് ചെയ്യുന്ന നോളേജ് കൊണ്ട്, ആ ആക്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് നോളേജ് ഉണ്ട്, ആ ആക്ട് കൊണ്ട് മറ്റൊരു വ്യക്തി മരണപ്പെടുമെന്ന്. ഇതാണ് മൂന്ന് എസെൻഷ്യൽസ്, അല്ലെങ്കിൽ മൂന്ന് എസെൻഷ്യൽ കോമ്പോണൻസ് കൾപ്പബിൾ ഹോമിസൈഡിൽ വരുന്നത്. പിന്നെ 2 കൈൻഡ്സ് ഉണ്ട്, ഞാനത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മർഡർ എന്താ നോക്കാം. ഓക്കെ, മർഡർ എന്താ? സെക്ഷൻ 300 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 300 വളരെ ഫേമസ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. സെക്ഷൻ 302 പണിഷ്മെന്റ് ഫോർ മർഡറിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി മർഡറിലും ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, there is death of a person. ഓക്കെ, there is death of a, പിന്നെ ബ്രീഫ് ഡെഫിനിഷൻ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, in മർഡറിലും there is a death of a person. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ പറയുന്ന 5 സെക്ഷൻ 300 പറയുന്ന 5 മെയിൻ എക്സെപ്ഷൻസ്, വളരെ പ്രധാനപ്പെട്ട 5 മെയിൻ എക്സെപ്ഷൻസ്. ഈ എക്സെപ്ഷൻസ് എന്താണ്? അതായത് എ കൾപ്പബിൾ ഹോമിസൈഡ് വിൽ നോട്ട് ബി മർഡർ ഇഫ് ഡൺ ഇൻ 5 circumstances. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. എ കൾപ്പബിൾ ഹോമിസൈഡ് will not amount to murder if done under these 5 circumstances. ഇതാണ് 5 എക്സെപ്ഷൻസ് ആയിട്ട് ഏത് പറയുന്ന സെക്ഷൻ 300 പറയാം. ഒന്നാമത്തെ എക്സെപ്ഷൻ എന്താ? ഒന്നാമത്തെ എക്സെപ്ഷൻ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ. അതായത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ വഴി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല ചെയ്താൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് കണക്കാക്കുള്ളൂ, അത് മർഡർ ആയിട്ട് കണക്കാക്കില്ല. ഇനി പ്രൈവറ്റ് ഡിഫൻസ്. ഓക്കെ, പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വേറൊരു വ്യക്തി മരണപ്പെട്ടാൽ അതെന്താണ് കണക്കാക്കുക? അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ടാണ് കണക്കാക്കുക, അത് മർഡർ ആയിട്ട് കണക്കാക്കില്ല. അതുപോലെ തന്നെ ആക്ട് ഓഫ് പബ്ലിക് സർവന്റ്, സഡൻ ഫൈറ്റ്, കൺസെന്റ്. ഓക്കെ, സോ ദീസ് ആർ ദ 5 എക്സെപ്ഷൻസ് സെഡ് ഇൻ 300. അതായത് എ കൾപ്പബിൾ ഹോമിസൈഡ് വിൽ നോട്ട് ബി മർഡർ അണ്ടർ ദീസ് 5 എക്സെപ്ഷൻ. ഈ 5 സർക്കംസ്റ്റാൻസ് ആണെങ്കിൽ ആ കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ അല്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടിടത്തും ഒരു മനുഷ്യൻ മരണപ്പെടുന്നുണ്ട്. അതായത് there is a death of a person. Okay, there is a death of a person. ഒരു മനുഷ്യൻ മരണപ്പെടുന്നുണ്ട്. ഓക്കെ, there is death of a person. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഈ രണ്ട് സെക്ഷനുകളിൽ വരുന്നത് ഇന്റൻഷനിലാണ്. ദ ഡിഗ്രി ഓഫ് ഇന്റൻഷൻ, അതായത് ഇന്റൻഷനിലുള്ള ഡിഗ്രിയിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, മർഡറിൽ കുറച്ചുകൂടി കൂടിയ ഡിഗ്രി ഇന്റൻഷനിലാണ്. ഓക്കെ, മർഡറിൽ കുറച്ചുകൂടി കൂടിയ ഡിഗ്രി ഇന്റൻഷനിലാണ്. കൾപ്പബിൾ ഹോമിസൈഡിൽ കുറച്ചുകൂടെ കുറഞ്ഞ ഇന്റൻഷൻ ആണ്. ഓക്കെ, അവിടെ കൾപ്പബിൾ ഹോമിസൈഡിൽ ചിലപ്പോൾ ഇന്റൻഷൻ ഉണ്ടാവാം, ഇന്റൻഷൻ ഇല്ലാതിരിക്കാം. ഓക്കെ, ഇന്റൻഷൻ ഉണ്ടെങ്കിലും അതെന്താണ്? മർഡറിൽ കുറച്ചുകൂടി കൂടിയ ഡിഗ്രി ഇന്റൻഷനിലാണ്. ഈ കൾപ്പബിൾ ഹോമിസൈഡിൽ മർഡറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ ഡിഗ്രി ഇന്റൻഷനാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്
കൾപ്പബിൾ ഹോമിസൈഡ് കുറച്ചും കൂടി ലെസ് സീരിയസ് ഒഫൻസ് ആണ്, പക്ഷെ മർഡർ എന്ന് പറയുമ്പോൾ മോർ സീരിയസ് ഒഫൻസ് ആണ്. ഓക്കെ, നോർമൽ കോടതിയിൽ ഇത് കേസായിട്ട് വരുമ്പോൾ, ഒരു മർഡർ കേസ് വരുമ്പോൾ പ്രതിഭാഗം വക്കീൽ എങ്ങനെയെങ്കിലും വാദിച്ചത് കൾപ്പബിൾ ഹോമിസൈഡ് ആക്കാനാണ് ശ്രമിക്കുക. ഓക്കെ, ആ മർഡർ എങ്ങനെയെങ്കിലും കൾപ്പബിൾ ഹോമിസൈഡിലേക്ക് എത്തിക്കാനാണ് നോക്കുക. കാരണം കൾപ്പബിൾ ഹോമിസൈഡ് ലെസ് സീരിയസ് ഒഫൻസ് ആണ്, അതുകൊണ്ട് തന്നെ എന്തുള്ളത് ശിക്ഷയും കുറവാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡിഗ്രി ഓഫ് ഇന്റൻഷനിലാണ്. ഡിഗ്രി ഓഫ് ഇന്റൻഷൻ മർഡറിൽ ഹയർ ആണ്, എന്ത് കൾപ്പബിൾ ഹോമിസൈഡിൽ കുറവാണ്. പിന്നെ എന്താ വരുന്നത്, ലെസ് സീരിയസ് ഒഫൻസ് ആണ്. ഓക്കെ, മർഡർ മോർ സീരിയസ് ഒഫൻസ് ആണ്, കൾപ്പബിൾ ഹോമിസൈഡ് ലെസ് സീരിയസ് ഒഫൻസ് ആണ്. പിന്നെ മൂന്നാമത്തെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വുണ്ട്, അതായത് ഉണ്ടായ മുറിവുകളും ഇഞ്ചുറിയും അതിന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് വേർതിരിച്ചെടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഫിസ്റ്റ് യൂസ് ചെയ്ത് ഞാൻ ഒരാളെ ഇടിച്ചു, അയാൾ മരിച്ചുപോയി. ഓക്കെ, അപ്പൊ അതെന്താണ്, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ഓക്കെ, അത് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് ഞാൻ പറയുന്നത് ഇനി അടുത്ത സർക്കംസ്റ്റാൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതേ സെയിം സാധനം ഞാൻ കത്തി വെച്ച് ഒരാളെ മൾട്ടിപ്പിൾ ആയിട്ട് കുത്തി കൊല്ലുകയാണ്. ഓക്കെ, അതെന്താണ്, മർഡർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് പറഞ്ഞ ഇൻസ്റ്റൻസ്, ഞാൻ എൻ്റെ ഫിസ്റ്റ് വെച്ച് ഒറ്റ ഇടിക്ക് ഒരാളെ കൊല്ലുന്നതും ഒരു കത്തി വെച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കുത്തിക്കൊള്ളുന്ന വ്യത്യാസമുണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് ഇന്റൻഷനിൽ വ്യത്യാസമുണ്ട്, നമ്പർ ഓഫ് വൂണ്ട്, നമ്പർ ഓഫ് ഇഞ്ചുറീസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ ആ ഫിസ്റ്റ് വെച്ച് കൊല്ലുമ്പോൾ ഒറ്റ ഇടിക്ക് ഞാൻ കൊല്ലുകയാണ്, ഇവിടെ എന്താണ്, ഞാൻ മൾട്ടിപ്ലൈ ഇഞ്ചുറീസ് ഉണ്ടാക്കി കൊല്ലുകയാണ്. അപ്പൊ അതെന്താണ്, അത് മർഡർ ആണ്. ഓക്കെ, അതൊരു ഇൻസ്റ്റൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള സെക്ഷനുകൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെക്ഷനുകളിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഇന്റൻഷനിലാണ്. മർഡറിൽ കുറച്ചുകൂടി കൂടിയ ഡിഗ്രി ഇന്റൻഷൻ ആണ്, കൾപ്പബിൾ ഹോമിസൈഡിൽ കുറച്ചുകൂടെ കുറഞ്ഞ ഡിഗ്രി ഇന്റൻഷനിലാണ്. രണ്ട് സ്ഥലത്തും ഒരു വ്യക്തി മരണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.